അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരാൾ ഫോൺ ചെയ്യുന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടികളെല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും ഇസ്ലാമിനെക്കുറിച്ച് അറിയണം എന്ന ഒരു താല്പര്യത്തോടു കൂടെയല്ല അദ്ദേഹത്തിന് വിളിക്കുന്നതും അദ്ദേഹം മറുപടി പറയുന്നതും. അത് അവരുടെ സ്ഥിരം ഒരു അജണ്ട എന്നുള്ള നിലക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാം. ഞാൻ തന്നെ ഇങ്ങനെ എപ്പോഴും സ്ക്രീനിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നതിന് പകരം മറ്റൊരാളെ കൂടെ കൂട്ടിയിട്ട് ഒരു നാടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടുപേരും മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു നാടകം എന്ന് തന്നെ നമുക്ക് പറയാം. അത് അവരുടെ പല സംസാരങ്ങളിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. ആദ്യം പറഞ്ഞ പല കാര്യങ്ങളുമല്ല അവർ പിന്നീട് പറയുന്നത്. അതിനൊരു ചെറിയ ഒരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഖുർആൻ വായിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഫുള്ളായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെ, അപ്പോൾ ഇയാൾ പറയുന്നത് ഫുള്ളായിട്ട് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഖുർആന് മുഴുവനായിട്ടും ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ അർത്ഥം വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു സാഹിത്യകാരന്മാർ എഴുതാത്ത പോലത്തെ വാക്കുകളാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഖുർആൻ എന്നാണ് മുഴുവനായിട്ടും വായിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം പരിഭാഷ അതും അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്ന് ആദ്യം പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, പരിഭാഷ വായിച്ചിട്ടില്ല, ഇതുവരെ വായിച്ചിട്ടില്ല. ഇപ്പൊ എത്ര വായിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇല്ല ഞാൻ വായിച്ചിട്ടില്ല, മുഴുവനായിട്ടും വായിച്ചിട്ടില്ല, അർത്ഥസഹിതം ഞാൻ വായിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നും അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു. ആരാണ് ഈ ഫോം വിളിച്ച വ്യക്തിയാണ് അത് പറയുന്നത്. അയാളാണ് ആദ്യം പറഞ്ഞത് ഞാൻ മുഴുവനായിട്ടും വായിച്ചിട്ടുണ്ട്, എനിക്ക് പലതും അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇല്ല ഞാൻ വായിച്ചിട്ടില്ല എന്നും പറയുന്നു. ഇനി നമുക്ക് അടുത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവർ പറയുന്ന എല്ലാത്തിനും നമ്മൾ മറുപടി പറയാൻ നിൽക്കുന്നില്ല. കാരണം പല കാര്യങ്ങളും വെറുതെ ഒരു അടിസ്ഥാനവും ഒരു പ്രമാണവും ഇല്ലാത്ത പല കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിനൊന്നും മറുപടിക്ക് അർഹിക്കുന്നില്ല, അതിനൊന്നും മറുപടി പറയേണ്ട കാര്യവുമില്ല. പിന്നെ അവരെന്തൊക്കെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരുപാട് കളവുകൾ മാത്രം പറഞ്ഞിട്ട് അവരാണ് സ്ഥാപിക്കുകയാണ്. അവർ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ അവർ രണ്ടാളും തന്നെ അങ്ങോട്ട് സ്ഥാപിക്കുന്നു. ആദ്യം ആരിഫ് ഹുസൈൻ സ്ഥാപിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ ഫോൺ വിളിച്ച ആ വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് രണ്ടാളും ഒരു തീരുമാനത്തിലെത്തുന്നു. അതാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും മാത്രം നമുക്ക് മറുപടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. യെസ്, എന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, ഖുർആനിൽ എഴുതി വെച്ച സാധനം അത് എഴുത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ ചിത്രമാണ് അവിടെ ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു തമ്പനയിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു സ്ത്രീകളെ ഒരു മോശമായ രീതിയിൽ സ്ത്രീകൾ ശരിയായ രീതിയിൽ വസ്ത്രം കൊടുക്കാത്ത ഒരു ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ച ആ സ്ത്രീകൾ ഖുർആനിൽ പറഞ്ഞതുപോലെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അത് എവിടെയാണ് പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് അത് ഇന്നാലിന്ന അധ്യായത്തിലാണ്, അല്ലെങ്കിൽ ആ ആയത്ത് ഓതുക. ഇദ്ദേഹം വേറെ പല സ്ഥലങ്ങളിലും പല അറബി സംസാരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഈ ആയത്തൊന്ന് ഓതി കേൾപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ആയത്ത് പറയുന്നില്ല, സൂറത്ത് ഏതാണെന്ന് പറഞ്ഞ് അധ്യായം ഏതാണെന്ന് പറഞ്ഞ് അതിൻ്റെ ആ ആയത്തിൻ്റെ നമ്പറെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ വിഷയം നമുക്ക് തീരുമാനമാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതും പറയുന്നില്ല, അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, പച്ചക്കളവാണ് ആ പറയുന്നത്. അങ്ങനെ എവിടെയും ഇയാൾ വരച്ച് വെച്ചതുപോലെയുള്ള ആ ഒരു ചിത്രം പോലെ ഒരു ഖുർആനിൽ എവിടെയും ഒരു ആയത്തുമില്ല. ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഈ അറബി അറിയാത്ത ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ഒരു തടസ്സമായിട്ട് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാക്കി വെക്കല്ലേ ചെയ്തിരിക്കുന്നത്. അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് മൊത്തം ഇസ്ലാം എങ്ങനെയാണ് പടർന്ന് പന്തലിച്ചത്? അത് നിങ്ങൾക്ക് എങ്ങനെ അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ലാംഗ്വേജ് ഒരു വിഷയമായിട്ട് വരൂലെന്ന്. ഇവിടെ ഖുർആൻ ഇറങ്ങിയിട്ട് 1400ഓളം വർഷമായി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവിടെ ഒരുപാട് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരും അല്ലാത്തവരും ഒക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും
ഖുർആനിൻ്റെ ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല. ഖുർആൻ്റെ ഭാഷ ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഭാഷ പഠിക്കണം. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ പല ഭാഷകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഞാൻ പറയാണ് ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളൊന്നും എനിക്ക് പഠിക്കാൻ കഴിയില്ല, എല്ലാ പുസ്തകങ്ങളും, ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും എല്ലാ ആളുകളും സംസാരിക്കുന്നത് മലയാളത്തിലാകണം എന്ന് ഞാനൊരാൾ വാശി പിടിക്കുന്നത് പോലെയാണ് ഇവർ ഈ പറയുന്നത്. ഖുർആന് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല, ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരിയുന്ന ഒരു ഭാഷയിൽ വേണമായിരുന്നു ഖുർആൻ ഇറക്കേണ്ടിയിരുന്നത് എന്ന്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. മറ്റുള്ള ഭാഷകളൊന്നും ലോകത്ത് ആരും സംസാരിക്കാൻ പാടില്ല, മറ്റുള്ള ഭാഷയിലൊന്നും എഴുതാനും വായിക്കാനും ഒന്നും പാടില്ല, സംസാരിക്കാനും പാടില്ല, മലയാളത്തിൽ മാത്രമേ പറ്റൂ എന്ന് പറയാം. പിന്നെ ഇനി നമുക്കതിന് മറ്റൊരു മറുപടിയും കൊടുക്കാം. ഇദ്ദേഹം ഈ സംസാരത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന് എല്ലാ ഭാഷയിലും എല്ലാ പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കോപ്പികളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ഭാഷ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയുന്ന ഭാഷ ഏതാണോ അത് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലാംഗ്വേജ് ഒരു വിഷയമേ അല്ല. ഇവർക്ക് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ 2024 ഇവർ ജീവിക്കുന്നത്. ഇവരിപ്പോഴും ഏതോ 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ ആണ് ജീവിക്കുന്നതെന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ്. കാരണം ഇവർ 2024 ഇവർ ജീവിക്കുന്നത്. ഇന്ന് ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്. ഭാഷ ഒരു പ്രശ്നമേ അല്ല ഇന്നത്തെ കാലത്ത്. ഏത് ഭാഷയിലും ഏതൊരാൾക്കും എന്ത് കാര്യവും ഇന്ന് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന കാലമാണ്. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ 2024 നിങ്ങൾ വണ്ടി കയറി ഇങ്ങോട്ട് വരൂ. 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് നിൽക്കാതെ നിങ്ങൾ 24 വരൂ, ഇങ്ങോട്ട് വരൂ. കാലം മാറിയതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവരിപ്പോഴും ആ പഴയ കാലത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ ഖുർആനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ലാംഗ്വേജ് ഒന്നൊരു വിഷയമേ അല്ല. ഇനി നിങ്ങൾക്ക് ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാനാണ് എന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനോ ഒന്നിനും നിങ്ങൾക്ക്, മലയാളം വായിക്കാനും നിങ്ങൾക്ക് അറിയില്ല, ഒരു ഭാഷയും വായിക്കാനും ഒന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതിന് പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദുമാരെ നിങ്ങൾക്ക് സമീപിക്കാം. അവരടുത്ത് പോയി നിങ്ങൾക്ക് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് പഠിക്കാം. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ ഇവർക്കിപ്പോൾ ഖുർആൻ്റെ ഭാഷ മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. നൂറ്റാണ്ടിൽ ഇസ്ലാം ലോകം മൊത്തം പടർന്ന് പ്രചരിച്ചിട്ടില്ല, മുഹമ്മദ് നബിക്ക് ശേഷമാണ് പ്രചരിച്ചത്. ആ പറഞ്ഞതും പച്ചക്കളവാണ്. ആരാണ് നിന്നോട് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ശേഷമാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചത് എന്ന്? പച്ചക്കളവാണ്. ഇസ്ലാം ഇവിടെ മനുഷ്യൻ എന്നുണ്ടായിട്ടുണ്ടോ? ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ മനുഷ്യനും ആദം നബിയാണ്. ആദം നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ ഉണ്ട്. അന്ന് തന്നെ ഇസ്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. നിന്നോട് ആരാണ് പറഞ്ഞത് പ്രവാചകൻ്റെ കാലശേഷമാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചു തുടങ്ങിയത് എന്ന്? പച്ചക്കളവാണ് പറയുന്നത്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഖുർആനിലോ ആയത്തിലോ എവിടെയെങ്കിലും മുഹമ്മദ് നബിയുടെ ശേഷമാണ് ഇസ്ലാം പ്രചരിച്ചു തുടങ്ങിയത്, ഇസ്ലാം അന്ന് മുതൽക്കാണ് തുടങ്ങിയത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഇസ്ലാം ഭൂമി മനുഷ്യന്മാർ, ആദ്യത്തെ മനുഷ്യൻ ആരാണോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇസ്ലാമുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ മുഹമ്മദ് നബിയുടെ മുമ്പ് വന്നിട്ടുണ്ട്. അവരൊക്കെ പ്രചരിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം, അല്ലാതെ മുഹമ്മദ് നബി പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല. ഓക്കെ, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലും പല രാജാക്കന്മാർക്കും മുഹമ്മദ് നബി കത്ത് എഴുതിയിട്ടുണ്ട്. എഴുതിയെന്നറിയോ? നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇല്ലെങ്കിൽ എന്താ നിങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നു, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയും എവിടെയും എഴുതിയിട്ടില്ല. മുഹമ്മദ് നബി ഒരു രാജ്യത്തിന് കത്ത് എഴുതാണ്, എന്ത്? നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കുന്നു. എന്ത് മഹാവിഡ്ഢിത്താണ് ഈ പറയുന്നത്? പറയുന്ന കാര്യം കുറച്ചൊക്കെ ഇവർ വലിയ യുക്തിവാദികളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ യുക്തിയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പല സംസാരങ്ങളുണ്ട്. ഒരു നിലക്കും യുക്തിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് യുക്തിവാദികളെന്ന്. ഞാനൊരിക്കലും വ്യക്തിപരമായിട്ട് ഇവർ യുക്തിവാദികളെന്നോ നിരീശ്വരവാദികളെന്നോ ഞാൻ വിളിക്കില്ല. യുക്തിയില്ലാത്ത വാദികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരു നിലക്കും യുക്തിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് നോക്കിയില്ലേ, നേരത്തെ ഭാഷയുടെ കാര്യം, ഖുർആൻ്റെ ഭാഷ ഇവർക്കൊരു പ്രശ്നമാണെന്ന്. അതെങ്ങനെ യുക്തിയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ? ഇല്ല. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്നത് മുഹമ്മദ് നബി കത്തെഴുതിയെന്ന്.
വലിയ വലിയ രാജാക്കന്മാർക്ക് കത്തെഴുതാണ്, എങ്ങനെ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഇല്ലെങ്കിൽ നിങ്ങളെ രാജ്യത്തെ ആക്രമിക്കുമെന്ന്. അത് ചെന്ന് പറഞ്ഞാൽ മതി. മഹാവിഡ്ഢിത്തം. അങ്ങനെ എവിടെയാണ് മുഹമ്മദ് നബി ഒരു കത്തെഴുതിയത് എന്ന് നിങ്ങൾ തെളിയിക്കണം. ഈ ഫോം വിളിച്ച ആളും അത് പറയണം. അദ്ദേഹം അത് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു കത്ത് അദ്ദേഹം കൊണ്ടുവരട്ടെ. മുഹമ്മദ് നബി ഒരു മറ്റുള്ള വലിയ വലിയ രാജ്യത്തിൻ്റെ രാജാക്കന്മാർക്ക് കൊടുത്തയച്ച കത്ത്, ഈ രൂപത്തിലുള്ള കത്ത് അയാൾ കൊണ്ടുവരട്ടെ. ഓക്കെ. പക്ഷെ എനിക്ക് പടച്ചോനെ ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറില്ലേ, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ കറക്റ്റായിട്ട് എല്ലാ വെള്ളിയാഴ്ച. അതെ. പിന്നെ ഫോൺ വിളിച്ച വ്യക്തി പറയുകയാണ് ഞാൻ കറക്റ്റായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കറക്റ്റായിട്ട് നിസ്കരിക്കാറുണ്ട്. വെള്ളിയാഴ്ച മാത്രമേ നിസ്കാരമുള്ളൂ. ആരാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് കറക്റ്റായിട്ട് നിസ്കരിക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയെന്ന്? എൻ്റെ പൊന്നു സുഹൃത്തെ, വെള്ളിയാഴ്ച മാത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ നിസ്കാരം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കണം. വെള്ളിയാഴ്ച മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഖുർആനിലോ ഹദീസിലോ എവിടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരണം. അങ്ങനെയല്ല ഇസ്ലാമിലുള്ളത് കേട്ടോ. യെസ്, ഞാനിപ്പോ കറക്റ്റ് അങ്ങനെയല്ല, ആക്യുറേറ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഞാൻ നിസ്കരിക്കാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ വലിയ ഇതായിട്ടില്ല. പക്ഷെ എനിക്ക് അപ്പൊ ആദ്യം പറഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് നിസ്കരിക്കാറുണ്ട്, പിന്നെ പറയുന്നു അയാൾ തന്നെ പറയുന്നു ഇല്ല ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നിസ്കരിക്കാറൊന്നും ഇല്ല എന്ന് പറയുന്നു. ഭയങ്കര റിഗ്രറ്റ് അടിക്കാറുണ്ടോ ഞാൻ ഇന്ന് നിസ്കരിച്ചില്ലല്ലോ? യെസ്, ഓഫ് കോഴ്സ്. ഈ കാര്യത്തിലുണ്ടല്ലോ, ഇപ്പൊ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടത്തില് മതം ശരിക്കും പഠിച്ചവരാണ് ഇതിന്ന് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് പറഞ്ഞത്? ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. പച്ചക്കളവാണ് പറഞ്ഞത്. അവസാന കാലം വരുമ്പോൾ കൂടുതൽ പഠിച്ച ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. അവസാന കാലം എന്നല്ല, ഇതിൻ്റെ മുമ്പും ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അതിന് അവസാന കാലം ആകണം എന്ന് എവിടെയും ഒരു ഹദീസിലും ഒരു ഖുർആനിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. ഓക്കെ. എന്താണ് കാരണം ഇതിനകത്തുള്ള മണ്ടത്തരങ്ങൾ കൂടുതൽ മനസ്സിലാവും, വെളിച്ചത്ത് വരും. മാത്രമല്ല ഈ മതത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഈ പ്രവചനങ്ങൾ ഫെയിൽ ആവുന്നതും കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പിന്നെ പ്രവചനങ്ങൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു മതത്തിനെ ബാധിക്കുന്നത്? ഒരു മതത്തിൽ പറഞ്ഞ ഇസ്ലാമിൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവചനം, ഫെയിലിയർ ആയിട്ടുള്ള ഒരു പ്രവചനം നിങ്ങൾ കൊണ്ടുവരണം. ഖുർആനിൽ ഒരുപാട് പ്രവചനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഭാവിയിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളും ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്, ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം, ഇനി പലതും ഇവിടെ വരാനിരിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളല്ലാതെ ഇപ്പോൾ ഖുർആനിൽ പറയപ്പെട്ടിട്ട് ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഇനി പലതും വരാൻ കിടക്കുകയാണ്. അപ്പോൾ അത് നടക്കാതിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഇനിയും ഇവിടെ ഖിയാമത്ത് നാൾ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്, ഖുർആനിൽ പറയപ്പെടുന്നുണ്ട്. അത് അന്ത്യനാളിൻ്റെ സമയത്തല്ലേ വരുള്ളൂ. അപ്പോൾ പ്രവചനങ്ങൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ദൈവം ശരിയല്ല എന്ന് പറയുന്ന, ആ പ്രവാചകൻ ശരിയല്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരുപാട് പ്രവചനം നടത്തി, അതിൽ പലതും ഇന്ന് പുലർന്നു വന്നിട്ടുണ്ട്. ഇനി പല പ്രവചനങ്ങളും നടക്കാൻ പോകുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. വരാൻ പോകുന്ന കാര്യം ഇപ്പോഴേ ഞാൻ പറയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പലതും ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് പല സംഭവങ്ങളും ഇവിടെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? ഇത് ദൈവിക അല്ല എന്നുള്ളതിന്റെ. പിന്നെ അദ്ദേഹം പറയുന്നത് പ്രവചനങ്ങളൊക്കെ ഫെയിലിയർ ആകുന്നു, അതുകൊണ്ട് ഇത് ദൈവികമല്ല. ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. ഖുർആനിൽ പറയപ്പെട്ട ഏത് കാര്യമാണ് അദ്ദേഹം ഫെയിലിയർ ആയിട്ട് കണ്ടത്? അത് പറയട്ടെ. ഒന്നുമില്ല. ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരു ഇമാജിനേഷൻ ഇല്ലേ? ആ ദൈവത്തിനൊരു ഒരു പവർ, ഒരു ദൈവത്തിന്റെ ഒരു പ്രൗഢി. ആ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മാതിരി കൂതറയാവാൻ പാടില്ലല്ലോ. ഓക്കെ. പിന്നെ അദ്ദേഹം പറയുന്നത് ദൈവത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ഇമാജിനേഷൻ ഉണ്ട് എന്നാണ്. ദൈവം എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം മനസ്സിൽ കാണുന്ന കുറച്ച് സങ്കല്പങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു ദൈവമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവരുടെ ദൈവത്തിൻ്റെ അവസ്ഥ എന്താ? ഇവരുടെ ദൈവം എന്ന് ഇവർ കൊട്ടിഘോഷി നടക്കുന്ന ആ ദൈവത്തിൻ്റെ അവസ്ഥ എന്താ? വലിയ ശാസ്ത്ര ബുദ്ധിജീവികളാണ്, വലിയ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നൊക്കെ ഇവർ സ്വയം പറഞ്ഞു നടക്കുന്ന ഇവർ ശാസ്ത്രീയമായിട്ട് യാതൊരു വിവരവുമില്ല, അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തെക്കുറിച്ച് പോലും ഒരു വിവരമില്ലാത്ത ഒരു ദൈവത്തെയാണ് ഇവർ ദൈവമായി കൊണ്ട് നടക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ പറയാണ് നിങ്ങളുടെ ദൈവത്തിന് ഒരു വിവരമില്ല. ഞങ്ങളൊക്കെ മനസ്സിൽ കാണുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം പോലെയല്ല നിങ്ങളുടെ ദൈവം. അപ്പോൾ ആദ്യം നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങളൊന്ന് ഉഷാറാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഇമാജിനേഷൻ പോലെയുള്ള ഒരു ദൈവത്തെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക, നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന ആ ദൈവത്തെ. ഇനി അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്നത് പോലെ ഇമാജിനേഷൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ദൈവമായിരിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തെ കുറച്ച് മാറ്റി നിർത്തുക. കാരണം അദ്ദേഹം ഈയിടെയായിട്ട് ഒരുപാട് വിവരക്കേടുകൾ, പൊട്ടത്തരങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദൈവം ഒക്കെ ആവുമ്പോൾ ഏറ്റവും കുറഞ്ഞത് സയൻസിനെ കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും അറിയണ്ടേ. ചെറിയ ചെറിയ ഉസ്താദ് കുട്ടികളാണ്, പഠിക്കുന്ന ഉസ്താദ് കുട്ടികളൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന വിവരക്കേട് സഹിക്കാൻ കഴിയാതെ മറുപടി പറയുന്നത്. വലിയ ഏതോ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തി പറയുന്നതൊക്കെ തനി വിഡ്ഢിത്തരം, അസല് പച്ചക്കളവ്. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ABCD പോലും അറിയാത്ത ദൈവത്തെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമാജിനേഷൻ പോലെ ഒരു ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് നിങ്ങളുടെ നിലവിലെ ദൈവത്തെ കൊണ്ടുപോവുക. ആക്കാൻ പറ്റുമോ നോക്കുക. അദ്ദേഹത്തിന് അതിന് കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് കാലമായി ഒരുപാട് മണ്ടത്തരങ്ങളും ഒക്കെ വിളിച്ച് പാടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് പോലെ ഒരു ദൈവത്തിനെ നിങ്ങൾ തന്നെ സ്വയം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ ഒരു ദൈവമാകാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തരും പല നിലക്കും ദൈവത്തെക്കുറിച്ച് പല ഇമാജിനേഷനും വേണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ദൈവം വേണ്ടി വരും അല്ലേ. ഇവരുദ്ദേശിക്കുന്ന ഇമാജിനേഷൻ എന്താണ് അത് ഇദ്ദേഹം പറയുന്നില്ല. അടിമയും ഉടമയും ഒരുപോലെയല്ല എന്ന് പറയും. അടിമയും ഉടമയും എങ്ങനെയാണ് ഒരുപോലെയാകുന്നത് സുഹൃത്ത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാനൊരു കടയിൽ ജോലിക്ക് കയറി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു കടയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ കടക്കൊരു മുതലാളി ഉണ്ടാവും അല്ലേ, അവിടെ ഒരു തൊഴിലാളി ഉണ്ടാവും. അതിനിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും മുതലാളിയെ നമ്മൾ മുതലാളിയായിട്ട് തന്നെ കാണണം. അതാണ് ഇവിടുത്തെ സിസ്റ്റം അല്ലേ. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ ലോകം തന്നെ സൃഷ്ടിച്ച് നമുക്ക് ജീവനും വെള്ളവും വായുവും എന്ന് വേണ്ട എല്ലാ സകല കാര്യങ്ങളും ചെയ്തു തരുന്ന അതിനെ നമ്മൾ പിന്നെ മുതലാളി തന്നെ വിളിക്കണ്ടേ? അടിമയാണ്, ഞങ്ങളൊക്കെ അടിമകളാണ്. അടിമകളെന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നാണക്കേടുമില്ല. ഞങ്ങളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിമ എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ്. അള്ളാഹു ഞങ്ങൾ അടിമകളെങ്കിലും ആക്കിയല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിൽ യാതൊരു നാണക്കേടുമില്ല, ഒരു മോശത്തരുമില്ല. ഞങ്ങൾ അടിമകൾ തന്നെയാണ്. 100 അല്ല 1000 വട്ടം എത്ര വട്ടം പറയാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അടിമകൾ തന്നെയാണ്. ആ അടിമത്തത്തിന് നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് വേറൊന്നുമില്ല. വിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ വലിയ ബേജാറാകേണ്ടതില്ല. ഞങ്ങൾ അടിമയാണ് എന്ന് ഞങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു നാണക്കേടുമില്ല, ഒരു വിഷമവുമില്ല. ഭാര്യയെ തല്ലാൻ പറയാ. ഭാര്യയെ എവിടെയാണ് തല്ലാൻ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരുപാട് പച്ചക്കളവുകൾ പറഞ്ഞിട്ട് ആർക്കും പറയാം. വായിൽ നാവിന് ബലമുണ്ടെങ്കിൽ ആർക്കും എന്ത് കളവും ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആർക്കും വിളിച്ച് പറയാം. ഇപ്പോൾ ഭാര്യയെ തല്ലാൻ പറയുന്നു എന്ന് പറഞ്ഞു, എവിടെയാണ് ഭാര്യയെ തല്ലാൻ പറഞ്ഞ ഒരായത്തൊന്ന് കാണിച്ചു കാട്ടിക്കുക. അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ. എന്തെല്ലാം പറഞ്ഞിട്ട് വെറുതെ തല്ലാൻ പറയല്ലല്ലോ, കാരണങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ഇസ്ലാമിൽ എന്തെല്ലാം നിയമങ്ങൾ, ഇസ്ലാമികമായ നിയമങ്ങളുണ്ട്. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളെ ഒരു കാര്യവുമില്ലാതെ കൊന്നു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ശിക്ഷകൾ ഇസ്ലാമിൽ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ അല്ലല്ലോ പറയുന്നത്. അതൊക്കെ ഒരു ശിക്ഷ, ഒരു ഇതാണ്. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ശിക്ഷ, അതും ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രം നടപ്പിലാക്കി വരുന്ന ശിക്ഷയുടെ രീതിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എന്തെല്ലാം ശിക്ഷകളുണ്ട്. ജയിലിലടക്കുന്നു, അതുപോലെ തന്നെ തൂക്കിക്കൊല്ലുന്നു, അങ്ങനെ എന്തെല്ലാം നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് തന്നെ നടപ്പിലാക്കുന്നുണ്ട്, എന്തെല്ലാം നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ വാക്യങ്ങളായിരിക്കും ഖുറാനിൽ. അല്ലാതെ എവിടെയും ഭാര്യയെ വെറുതെ ഇങ്ങനെ പിടിച്ച് തല്ലണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതുപോലെ കൊള്ളയടിക്കാൻ പറയുന്ന ദൈവം അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഖുറാനിൽ? അതും നിങ്ങൾ വ്യക്തമാക്കണം. കൊള്ളയടിക്കാം ഇസ്ലാമിൽ പറഞ്ഞത്ര. കാഫിറിനെ കൊല്ലാൻ പറയുന്ന ദൈവം, കാഫിറിനെ കൊല്ലാൻ എവിടെയാണ് പറഞ്ഞിട്ട്? ഇവിടെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് എത്രങ്ങാനും കാഫിര്യങ്ങൾ, ഇവിടെ ഇന്ത്യ രാജ്യത്ത് എത്രങ്ങാനും അമുസ്ലിമീങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവൻ എന്ന അർത്ഥമേ ഉള്ളൂ. ഇവിടെ എത്രയോ അമുസ്ലിം സഹോദരന്മാരുണ്ട്, എത്രയോ മുസ്ലിം അല്ലാത്ത ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ ജീവിച്ചു പോകുന്നില്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അവരൊക്കെ ജീവിച്ചു പോകുന്നില്ലേ?
അപ്പോൾ അത് എവിടെയാണ് പറഞ്ഞത്? കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്ന ആ വാചകം അത് ഒന്ന് ഓതി കേൾപ്പിക്കണം. ഇതൊക്കെ എങ്ങനെയാ ഒരു ദൈവത്തിന് പറയാൻ കഴിയാ? കാബ പിടിച്ചടക്കുന്ന സമയത്ത് കാബയ്ക്കുള്ളിൽ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഹമ്മദ് നബി സ്വന്തം കൈകൊണ്ട് തല്ലി പൊളിച്ചിട്ടാണ് അവിടെ അത് പള്ളിയാക്കി മാറ്റിയത്. അത് ഇത് ഈ പറഞ്ഞ അദ്ദേഹം പച്ചക്കളവാണ്. കാരണം കഅബ എന്ന് പറയുന്നത് അള്ളാഹു മലക്കുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ഭവനമാണ് കഅബ. ഈ കഅബ ഒരുപാട് പ്രവാചകന്മാർ, മുഹമ്മദ് നബിയുടെ മുമ്പ് വന്ന ഒരുപാട് പ്രവാചകന്മാർ അത് പുതുക്കി പണിതിട്ടുണ്ട്, റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഇസ്ലാമിൻ്റെ വീടാണത്, മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്. അള്ളാഹു മലക്കുകളെ കൊണ്ട് നിർമ്മിച്ച് ഒരുപാട് പ്രവാചകന്മാർ അത് പുതുക്കി പണിതിട്ടുള്ള വീടാണ്, ഇസ്ലാമിൻ്റെതാണത്, മുസ്ലിമീങ്ങളുടേതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീട് ഖുറൈശികളുടെ കാലം വന്ന സമയത്ത് ഖുറൈശികൾ അതെന്ത് ചെയ്തു? പിടിച്ചടക്കി. അതിനുള്ളിൽ അവരുടെ ആരാധന സാമഗ്രികൾ അവർ കൊണ്ടുപോയി വെച്ചു. അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ബിംബങ്ങളും അതിനുള്ളിൽ കൊണ്ടുപോയി അവർ പ്രതിഷ്ഠിച്ചു. ഓക്കെ, അത് ആ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് അത് മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളതായിരുന്നു. കഅബ എന്ന് പറയുന്നത് അവിടുത്തെ ഖുറൈശികൾ ഉണ്ടാക്കിയതല്ല, അത് അദ്ദേഹത്തിന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഖുറൈശികൾ നിർമ്മിച്ചതല്ല അത് ഖുറൈശികളൊക്കെ ഇവിടെ ജനിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് കഅബ എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു അത് കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ ആദ്യം മുതൽക്ക് തന്നെ അത് മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളതായിരുന്നു. പിന്നെ അതിന് അദ്ദേഹം പറയുന്നുണ്ട്, ബാബരി മസ്ജിദിൻ്റെ കാര്യം അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ തീരുമാനമായി, കോടതി അത് വിധി വന്നു, അത് അവരുടെ വഴിക്ക് അവർ കിട്ടി, നമുക്ക് കിട്ടാനുള്ളത് അതും കിട്ടിക്കഴിഞ്ഞു, അത് തീരുമാനമായി. അതിന് തെളിവായിട്ടാണ് ഇവർ പറയുന്നത് കഅബയെ. കഅബയും ആ ബാബരി മസ്ജിദും തമ്മിൽ ഇവർ ബന്ധപ്പെടുത്തുകയാണ്. ഒരു നിലക്കും ബന്ധമില്ലാത്ത കാര്യമാണ് അവർ തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുന്നത്. ഒരു നിലക്കും അത് യോജിക്കുകയില്ല. ബാബരി മസ്ജിദിനോട് ഒരിക്കലും കഅബയെ ബന്ധപ്പെടുത്താനോ തമ്മിൽ തുലനം ചെയ്യാനോ ഒരിക്കലും കഴിയില്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫലസ്തീൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയിൽ സംസാരിക്കുന്നുണ്ട് അവസാന ഭാഗത്ത്. ഇദ്ദേഹം അവിടെ പല കാര്യങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ കുറിച്ചും ഇറാനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്, എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഈ വിവരങ്ങൾ കിട്ടിയ സോഴ്സ് കിട്ടിയാൽ നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയുന്നില്ല. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളൊക്കെയാണ് ഈ ഫോം വിളിക്കുന്ന വ്യക്തി പറയുന്നത്. അതും കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ വളരെ ക്രൂക്കഡായിട്ട് ആളുകളെ, നന്നായിട്ട് ക്രൂക്കഡായിട്ട് ആളുകളെ പിടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ ഷ്രൂഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ അത്രയും ഇന്റലിജന്റ് ആണ്. നിങ്ങളുടെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം.